നമ്മുടെ പാതകൾ എങ്ങനെ സുരക്ഷിതമായി നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഒരുക്കാം? നമ്മുടെ റോഡുകളിൽ നല്ലൊരു പങ്ക് അപകടം സംഭവിക്കുന്നത് ഇട റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറുന്ന വാഹനത്തിനാണ്. റോഡപകടമെന്നോ വാഹനാപകടമെന്നോ എന്ന് പറയാം, പക്ഷേ അതിൻ്റെ കാരണം കൗതുകകരമാണ്. പോലീസ് റോഡിന് കുറേ വലിച്ചു കെട്ടി ഒരു കരിപ്പിഴും കിട്ടുന്നുണ്ട്. റോഡ് സേഫ്റ്റി അതോറിറ്റി ഇങ്ങനെ കൃത്യമായിട്ടുള്ള ശക്തിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പിന്നെ ആരാണ് നമ്മുടെ കാര്യം നോക്കേണ്ടത്? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ വളരെ കുറവാണ്. അത് അപകടം ഉണ്ടാവാഞ്ഞിട്ടല്ല, അത് എഴുതാഞ്ഞിട്ടാണ്. ഹെൽമെറ്റിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവം. ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവർ രേഖപ്പെടുത്തില്ല, കാരണം ഇൻഷുറൻസ് കിട്ടില്ല. ഒരു കാറും ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഇരിക്കട്ടെ, കാർ ഓടിച്ചയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ബൈക്ക് ഓടിച്ചിരുന്നയാൾ മൊബൈലിൽ സംസാരിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയിടിക്കും. ആരാണ് അപകടത്തിന് കാരണമാക്കിയത്? മദ്യപിച്ച് വാഹനം ഓടിച്ച ആളാണോ, മൊബൈലിൽ സംസാരിച്ച് ബൈക്ക് ഓടിച്ച ആളാണ്? ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാപനമാണ് ഇത്. നാഥനില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ യാതൊരുവിധ രീതിയിലും അതിനെ സപ്പോർട്ട് കൊടുക്കാതെ നമ്മൾ നശിപ്പിക്കുകയാണ്. നമ്മുടെ നടപ്പാതകൾ നോക്കൂ, വീൽ ചെയറിൽ പോകുന്ന ഒരാൾക്ക് നമ്മുടെ നടപ്പാതയിൽ കൂടെ നടക്കാൻ പറ്റും. മോശം റോഡുകളിലല്ല, നല്ല റോഡുകളാണോ? സംശയം എന്താണ്? റോഡിൻ്റെ പ്രതലം നല്ലതാണ്, ഇത് പണിതിട്ടിരിക്കുന്നത് എനിക്ക് വണ്ടി അടിച്ചു മിന്നിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ പറന്നു പോകും. ഇത് അപകടങ്ങളുണ്ടാക്കും. നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില വരകളും അതിൻ്റെ അർത്ഥവും പെട്ടെന്നൊന്ന് പറയാം. അത് വരച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. കുട്ടികളെ മടിയിൽ വെച്ച് യാത്ര ചെയ്യാൻ പാടില്ല. കാരണം ഫ്രണ്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കുട്ടിയെ മടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പം ഈ എയർ ബാഗ് ബ്ലാസ്റ്റ് ചെയ്യുമല്ലോ, അത് വന്നിടിച്ചാൽ കുട്ടി മരിച്ചു പോകും. നമുക്കൊക്കെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതുവരെ നമുക്ക് അപകടം സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. ഇതൊന്നും നമുക്ക് പറ്റുന്നതല്ല. എത്രയോ പേര് റോഡിൽ കൂടെ പോകുന്ന അങ്ങനെയാണ് നമ്മൾ പോകുന്നത്, നമുക്കിതൊന്നും പറ്റില്ല. പക്ഷെ പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരുത്താൻ സമയം ഉണ്ടാവില്ല എന്ന കാര്യം ആരും ചിന്തിക്കാറില്ല.